വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടിവെക്കും. ഇന്നലെ രാത്രി ജനവാസ മേഖലയിലേക്ക് ഓടിക്കയറിയ കടുവയെ കണ്ടെത്താനായി വ്യാപക തിരച്ചിൽ നടക്കുകയാണ്. സാഹചര്യങ്ങൾ അനുകൂലമായാൽ മയക്കുവെടിവെക്കാൻ ഡോക്ടറും സംഘവും സജ്ജമാണെന്ന് ദൌത്യത്തിന് നേതൃത്വം നൽകുന്ന സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. രാവിലെ തന്നെ നമ്മൾ ക്യാമറ ട്രാപ്പൊക്കെ പരിശോധിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഈ കടുവ പോകാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ക്യാമറ ട്രാപ്പും എല്ലാം തന്നെ ലേ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു സഞ്ചാരപഥം മനസ്സിലാക്കിയിട്ട് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തി നമ്മുടെ കൂട്ടത്തിൽ ഡോക്ടറിൻ്റെ സംഘമുണ്ട്. അപ്പോൾ സാഹചര്യം ഒത്തുവരികയാണെങ്കിൽ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. എം കമൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നുണ്ട്. കമൽ, കടുവയെ പിടികൂടാതെ പ്രദേശത്തെ ആശങ്ക ഒഴിയില്ല. ഇപ്പോൾ ദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു? മയക്കുവെടി വെക്കാൻ തീരുമാനമായിട്ടുണ്ട്, സംഘം അവിടെ സജ്ജമാണ്. ദൗത്യം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? സന്ധ്യ, ദൗത്യം രാവിലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കടുവയുടെ സാന്നിധ്യം എവിടെയാണെന്ന് ഇതുവരെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പ് നടത്തുന്നത്. വനംവകുപ്പിൻ്റെ ബേസ് ക്യാമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയുണ്ട്. ചില സംഘങ്ങൾ തിരച്ചിൽ നടത്തുന്നുമുണ്ട്. ഇന്നലെ മണിക്കൂറുകളോളം ഉച്ച മുതൽ രാത്രി വരെ കടുവയുണ്ടായിരുന്നത് ഈ ഭാഗത്താണ്. ആ തെങ്ങുകൾ കാണുന്ന ആ തുരുത്തിലാണ് ഉണ്ടായിരുന്നത്. രാത്രി ഒരു 8:20 അവിടുന്ന് ഇറങ്ങി മറുവശത്തുള്ള കുന്നിൻ മുകളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അതിനുശേഷം കൃത്യമായൊരു ലൊക്കേഷൻ കിട്ടിയിട്ടില്ല. തെർമൽ ഡ്രോണൊക്കെ ഉപയോഗിച്ച് രാത്രി മുഴുവൻ തെരച്ചിൽ നടത്തിയെങ്കിലും എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ DFOയും വനംവകുപ്പ് മന്ത്രിയും ഒക്കെ പറഞ്ഞത് ഇന്ന് മയക്കുവെടി വെക്കുന്നതിനാണ് പ്രാഥമിക പരിഗണന. കടുവയെ ലൊക്കേറ്റ് ചെയ്ത് സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ തന്നെയാണ് തീരുമാനം.